അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പുടിൻ തന്നെ 4 തവണ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് BBC-ക്ക് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് ആരോപിച്ചു. റഷ്യക്കെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ പ്രസ്താവന. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് തുടർച്ചയായി വഞ്ചിച്ചതാണ് ഉപരോധ ഭീഷണിക്ക് കാരണമെന്ന് ട്രംപ് വ്യക്തമാക്കി. നാറ്റോ സൈനിക സഖ്യം കാലഹരണപ്പെട്ടിട്ടില്ലെന്നും ഇപ്പോൾ അത് കൂടുതൽ പ്രാധാന്യമുള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ട്രംപിന്റെ 50 ദിവസത്തെ വെടിനിർത്തൽ അന്ത്യശാസനത്തിന് മറുപടിയുമായി രംഗത്തെത്തി. US-ന്റെ നീക്കങ്ങൾക്ക് പിന്നിലെ ഉദ്ദേശം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഏത് ശിക്ഷാ നടപടികളെയും നേരിടാൻ റഷ്യ തയ്യാറാണെന്നും ലാവ്റോവ് പ്രതികരിച്ചു. പുടിൻ നിശ്ചിത സമയത്തിനുള്ളിൽ വെടിനിർത്തലിന് സമ്മതിച്ചില്ലെങ്കിൽ സെക്കൻഡറി താരിഫുകൾ ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ ഭീഷണിയെ അദ്ദേഹം പാടെ തള്ളിക്കളഞ്ഞു. പുടിനിൽ ഞാൻ അതീവ നിരാശനാണ്. അവൻ പറയുന്ന വാക്കിന് വിലയുള്ള ആളാണെന്ന് ഞാൻ കരുതി. മനോഹരമായി സംസാരിക്കും, പക്ഷേ രാത്രി ബോംബിട്ട് ആളുകളെ കൊല്ലും. ഇതെനിക്കിഷ്ടമല്ല, ട്രംപ് പറഞ്ഞു. വെടിനിർത്തൽ ചർച്ചകൾക്ക് ശേഷവും മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നതിനെ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുകയും അപലപിക്കുകയും ചെയ്തു. 2022 ഫെബ്രുവരിയിൽ യുക്രൈൻ നാറ്റോ അംഗത്വത്തിന് അപേക്ഷിക്കുമെന്ന ആശങ്കയിൽ റഷ്യ പ്രത്യേക സൈനിക പദ്ധതി എന്ന പേര് നൽകി യുദ്ധം ആരംഭിച്ചു. ഏതാനും ആഴ്ചക്കുള്ളിൽ യുദ്ധം അവസാനിക്കുമെന്നായിരുന്നു റഷ്യയുടെ പ്രതീക്ഷ. എന്നാൽ TV ഹാസ്യ നടനായിരുന്ന യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ നേതൃത്വത്തിൽ യുക്രൈൻ ശക്തമായ തിരിച്ചടി നൽകി. സ്പൈഡർ വെബ് പോലുള്ള നൂതന യുദ്ധ തന്ത്രങ്ങൾ റഷ്യക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചതോടെ ലോകം അമ്പരന്നു. ട്രംപിന്റെ ഉപരോധ ഭീഷണിയും റഷ്യയുടെ രൂക്ഷമായ മറുപടിയും അമേരിക്ക-റഷ്യ ബന്ധം കൂടുതൽ വഷളാക്കുന്നതിന്റെ സൂചനയാണ്. യുക്രൈൻ യുദ്ധവും പുതിയ നടപടികളും ലോകത്തെ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. Waytonikah.com, the exclusive Muslim matrimonial site.